വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ വന്നിട്ടുള്ളത് നരച്ച മുടി കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കുള്ള നല്ലൊരു നാച്ചുറൽ റെമഡി ആയിട്ടാണ്. അപ്പം നരച്ച മുടി കാണുമ്പോൾ നമ്മൾ എന്തായിരിക്കും ചെയ്യുക? വില കൂടിയ കെമിക്കൽ ഡൈ ഒക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യും, എന്നിട്ട് ഇൻസ്റ്റന്റ് റിസൾട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ അത് നമ്മൾ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നത് മൂലം നമ്മളുടെ മുടി കൂടുതൽ നരയ്ക്കാനും അതുപോലെ തന്നെ മാരകമായ ക്യാൻസർ പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാവാൻ കാരണമാകുകയും ചെയ്യും. എന്നാൽ ഞാൻ പറയുന്ന ഈ രീതിയിലൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ പിന്നെ നരച്ച മുടി ഉണ്ടാവുകയില്ല. വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്തതുകൊണ്ട് തന്നെ പ്രായഭേദമന്യേ ചെറിയ കുട്ടികൾക്ക് പ്രായമായവർക്കും തന്നെ ഒരുപോലെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പൊ ഈ പവർഫുൾ ആയിട്ടുള്ള സൊല്യൂഷൻ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് നേരം കളയാതെ വീഡിയോയിലേക്ക് പോവാം. മിക്സി ജാർ എടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് കരിഞ്ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു വലിയ ടേബിൾ സ്പൂൺ തന്നെ കരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. അതേ അളവിൽ തന്നെ കുറച്ച് ഉലുവയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി അതേ അളവിൽ തന്നെ കുറച്ച് കടുകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പിടി കരിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, നന്നായിട്ട് കഴുകി ഉണങ്ങിയ കരിവേപ്പില വേണം നമ്മൾ ഇതിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. ഡ്രൈ ആയിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഉണങ്ങിയ മുരിങ്ങയുടെ ഇലയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളടുത്ത് ഇതുപോലെ പച്ച ഇലയാണെങ്കിൽ അത് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഉണക്കി വെച്ചതായിരുന്നു ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഞാനൊന്ന് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രൂപത്തിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതൊരു ഇരുമ്പിച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇതിലുള്ള വെള്ളമൊക്കെ പോയിട്ട് ഡ്രൈ ആയി ഒരു കറുപ്പ് നിറമാകുന്നത് വരെ തന്നെ നമുക്കിതൊന്ന് വറുത്തെടുക്കേണ്ടതുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പെട്ടെന്ന് ഇത് ബ്ലാക്ക് കളർ ആക്കി എടുക്കരുത്. കാരണം ഇതിൻ്റെ പോഷകങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വറുത്തെടുക്കുന്നത്. കരിഞ്ജീരകം നമ്മൾ യൂസ് ചെയ്യുന്നത് മൂലം തലയിലെ താരൻ നീക്കം ചെയ്ത് മുടി നല്ല കട്ടിയിൽ വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. കൊഴിഞ്ഞ മുടിയുടെ സ്ഥാനത്ത് നല്ല പുതിയ ചെറിയ ചെറിയ മുടികൾ വളരാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല മുടിയെ നന്നായി കണ്ടീഷൻ ചെയ്തെടുക്കുന്നതിന് മുടിക്ക് നല്ല തിളക്കവും കറുപ്പ് നിറം നൽകാനും കരിഞ്ജീരകം സഹായിക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഉലുവ ഉപയോഗിച്ച് മുടിയിലെ നര നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഉലുവ കുതിർത്തരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി നമ്മൾ തലയിൽ തേച്ച് കൊടുക്കുകയാണെങ്കിൽ മുടിക്ക് നല്ല തിളക്കവും ആരോഗ്യവും കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതൊന്നും അല്ലെങ്കിൽ ഉലുവയിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് നമ്മൾ മുടി കഴുകുകയാണെങ്കിൽ മുടി നന്നായിട്ട് വളർന്ന് കിട്ടുന്നതാണ്. ചേർത്ത് കൊടുത്തിട്ടുള്ള കടുക് നമ്മളുടെ മുടി വളർച്ചയ്ക്ക് മുടി നന്നായിട്ട് കറുപ്പായിട്ട് വളരാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള എല്ലാമാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഞാനിതിൽ മെയിനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കരിവേപ്പിലയാണ് കേട്ടോ. കരിവേപ്പിലയും വെളിച്ചെണ്ണയും നിങ്ങൾക്കറിയാം, നമ്മൾ പണ്ട് കാലം മുതൽ തന്നെ മുത്തശ്ശിക്കാലം തൊട്ട് തന്നെ എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച് വരുന്ന ഒന്ന് തന്നെയാണ്. കാരണം നമ്മൾ മുടിക്ക് നന്നായിട്ട് കറുപ്പ് നിറം നൽകാനും ഇടതൂർന്ന് നല്ല കട്ടിയുള്ള മുടിയായിട്ട് വളരാനൊക്കെ കരിവേപ്പില സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും നന്നായിട്ട് ഞാനൊന്ന് പൊടിച്ച് വറുത്തെടുത്തതിന് ശേഷം നിങ്ങൾക്ക് കാണുന്നുണ്ടാകും കുറച്ച് സമയത്തിന് ശേഷം നമ്മളുടെ ആ പൊടി നന്നായിട്ട് ഇവിടെ ബ്ലാക്ക് കളറായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടാറിയിട്ട് ആ ചട്ടിയിൽ കിടന്ന് ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആയിട്ട് വരും കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് ഇതൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മുരിങ്ങക്കായാണ് കേട്ടോ. മുരിങ്ങക്കായുടെ ഉള്ളിലുള്ള ആ പാർട്ടാണ് നമുക്ക് വേണ്ടത്. നിങ്ങൾ എത്രയാണോ എണ്ണ ഉണ്ടാക്കി എടുക്കുന്നത് അതിൻ്റെ അളവിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ വളരെ കുറച്ച് മാത്രം എണ്ണ ഉണ്ടാക്കി എടുക്കുന്നതുകൊണ്ട് ഒരു 2-3 പീസ് മാത്രമാണ് എടുക്കുന്നത്. ഇതുപോലൊന്ന് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു പൾപ്പ് ഭാഗം, ഈ കുരുവും കൂടിയാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്കിതിന് പകരമായിട്ട് ഉണങ്ങിയ മുരിങ്ങക്കായൻ്റെ കുരു വേണമെങ്കിലും എടുക്കാം കേട്ടോ. എൻ്റെ അടുത്ത് ഇപ്പം ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിത് ഫ്രഷ് ആയിട്ട് എടുത്തിട്ടുള്ളത്. നിങ്ങളടുത്ത് ഉണക്കിയതുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അതും നല്ല ബെസ്റ്റ് റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത്. ഞാൻ അതിൻ്റെ പൾപ്പ് ഭാഗമൊക്കെ ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ചാണ് കേട്ടോ എടുക്കുന്നത്. മുരിങ്ങ വിത്തുകൾ മുടിയുടെ ആരോഗ്യത്തിന് അത്ഭുതകരമായ ഗുണങ്ങൾ നൽകുന്നുണ്ട്. മുടി കൊഴിച്ചിൽ തടയാനും മുടിയുടെ വളർച്ചയെ അധികരിപ്പിക്കാനും താരം കുറയ്ക്കാനും മുടിക്ക് നല്ല തിളക്കം നൽകാനും മുരിങ്ങ വിത്തുകൾക്ക് കഴിയും. ഇതിൽ ധാരാളമായിട്ട് സിങ്ക്, ഇരുമ്പ്, ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ, വിറ്റാമിൻ എ, ഇ, സി തുടങ്ങിയ പോഷകങ്ങൾ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. മുരിങ്ങ വിത്തുകൾ എണ്ണയുടെ രൂപത്തിലും പൊടിയുടെ രൂപത്തിലും ഹെയർ സെറം ആയിട്ടൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഉപയോഗിക്കാൻ എളുപ്പമായിട്ടുള്ളത് ആ രീതിയിൽ നിങ്ങൾ വാങ്ങിച്ച് യൂസ് ചെയ്യാം കേട്ടോ. ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നമ്മൾ ഈ മുരിങ്ങ വിത്തുകൾ ഉപയോഗിക്കുന്നത് നമ്മളുടെ മുടിക്ക് നല്ലൊരു വ്യത്യാസം തന്നെ വരുത്തുന്നതാണ്. അപ്പോൾ ഇത്രയും ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ മുരിങ്ങ വിത്ത് ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഹെയർ ഓയിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തുരുമ്പ് പിടിച്ചിട്ടുള്ള ഒരു ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലുള്ള ഒരു ചട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചട്ടി ചെറുതായിട്ടൊന്ന് ചൂടായതിന് ശേഷം ഞാൻ എടുത്തു വെച്ചിട്ടുള്ള
മുരിങ്ങ വിത്തുകൾ മുഴുവനായിട്ടും ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഇതിലെ വെള്ളമൊന്ന് പോയി കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുന്നത്. അപ്പോൾ കുറച്ച് സമയം നമ്മൾ വറുത്തെടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അതിൽ നിന്നും നന്നായിട്ട് ഡ്രൈ ആയി വരും ട്ടോ. അതിൻ്റെ ആ മോയ്സ്ചർ ഒന്ന് പോയി കിട്ടണം, അത്രയേ ഉള്ളൂ. ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. നിങ്ങളുടെ അടുത്ത് ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ചൊന്ന് ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല വെളിച്ചെണ്ണയാണ് കേട്ടോ. ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് നല്ല വിലയായതുകൊണ്ട് തന്നെ വ്യാജമായിട്ടുള്ളതൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണേ. ഇനി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കുറച്ച് നല്ലെണ്ണയാണ്. നല്ലെണ്ണയും നമ്മളുടെ മുടി വളർച്ചയ്ക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. അപ്പം ഞാനത് മുഴുവനായിട്ടൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. വളരെ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. വെളിച്ചെണ്ണയും നമ്മളെ മുടിക്ക് നല്ല കറുപ്പ് നിറം നൽകാനും അതുപോലെ തന്നെ മുടിക്ക് നല്ല മിനുസവും തിളക്കവും നൽകാനൊക്കെ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ്. ഇനി ഞാൻ പൊടിച്ച് വെച്ചിട്ടുള്ള ആ പൊടിയിൽ നിന്നും ഒരു 2 ടേബിൾ സ്പൂൺ ഈ എണ്ണയിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ വീട് മുഴുവനായിട്ട് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. നമ്മളിതിൽ നല്ലെണ്ണയും കൂടെ മിക്സ് ആക്കി എടുത്തുകൊണ്ടാണ് ഇത്രയും പത പൊങ്ങി വരുന്നത്. ഈ കുറച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ പതയൊക്കെ നന്നായിട്ട് അടങ്ങി വരുന്നത് വരെ തന്നെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിതൊന്നും ചെയ്തെടുക്കരുത് കേട്ടോ. എണ്ണയൊക്കെ കാച്ചിയെടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെ തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ചെയ്തെടുക്കുമ്പോഴാണ് അതിൻ്റെ എസൻസ് ഒക്കെ നന്നായിട്ട് ആ എണ്ണയിലേക്ക് ഇറങ്ങി വരുള്ളൂ. ഇതിലടങ്ങിയിട്ടുള്ള ന്യൂട്രിയൻസ് ഒന്നും നഷ്ടപ്പെടാത്ത രീതിയിൽ തന്നെ നമ്മൾ ഈ രീതിയിൽ തന്നെ ഒന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. വളരെ കുറച്ച് സമയം വെച്ച് കൊടുക്കുമ്പോൾ തന്നെ നമുക്കിത് പെട്ടെന്ന് റെഡിയായി കിട്ടുന്നതാണ്. നിങ്ങൾക്ക് നല്ലെണ്ണ ചേർത്ത് കൊടുക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അതിന് പകരമായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ആവണക്കെണ്ണ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. നമ്മളുടെ പിരികത്തിൻ്റെ കട്ടിക്കും അതുപോലെ തന്നെ പിരികം നന്നായിട്ട് വളരാനും നമ്മളുടെ മുടി വളരാനും ഒക്കെ വളരെ നല്ലതാണ് ആവണക്കെണ്ണ. മുടിക്ക് മാത്രമല്ല കേട്ടോ, നമ്മളുടെ ആരോഗ്യത്തിനും വളരെ നല്ലത് തന്നെയാണ്. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പതയൊക്കെ പോയിട്ട് നമ്മളുടെ എണ്ണ ഇവിടെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇതൊരു ദിവസം മുഴുവനായിട്ട് നമുക്ക് ഈ ചട്ടിയിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് ഇപ്പം രാത്രിയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ രാവിലെ വരെയും നമ്മൾ വെച്ച് കൊടുക്കാവുന്നതാണ്. രാവിലെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ വൈകുന്നേരം വരെ വെച്ചെടുക്കുകയാണെങ്കിൽ തന്നെ ഈ ഇരുമ്പ് ചട്ടിയിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് ആ എണ്ണ ബ്ലാക്ക് ആയിട്ട് വരും കേട്ടോ. ഇരുമ്പ് ചട്ടിയിൽ ധാരാളമായിട്ട് ഫെറിക് ഓക്സൈഡ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മളുടെ മുടിയുടെ വളർച്ചയ്ക്കും വളരെ നല്ലതാണ്. അപ്പോൾ ഇരുമ്പ് ചട്ടി ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ പിറ്റേ ദിവസം രാവിലത്തെ ഒരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. നന്നായിട്ട് ബ്ലാക്ക് ആയിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അരിച്ച് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 2-3 ദിവസം കൂടുന്ന സമയത്ത് നമുക്ക് വെയിലിലൊന്ന് വെച്ചെടുക്കുകയാണെങ്കിൽ അത് പൂത്തൊന്നും പോകില്ല. ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറച്ച് അധികം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അപ്പം നരച്ച മുടിയുള്ളവർ ഇതുപോലെ ഒരു എണ്ണ ഉണ്ടാക്കിയതിന് ശേഷം കുളിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്തിട്ട് താളിയോ ചെറുപയർ പൊടിയോ ഒക്കെ ഉപയോഗിച്ച് കഴുകിക്കളയാവുന്നതാണ്. ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു റിസൾട്ട് കിട്ടുമെന്നൊന്നും ഞാൻ പറയില്ല. തുടർച്ചയായിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒരു മാസം കൊണ്ടൊക്കെ നമുക്ക് വൈറ്റ് ഹെയർ ഒക്കെ അപ്രത്യക്ഷമായിട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്തതായിട്ട് ആ പൊടി ഉപയോഗിച്ച് എങ്ങനെ ഇൻസ്റ്റൻറ്റ് ഹെയർ ഡൈ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ അടുത്ത് വെച്ചിട്ടുള്ള പൊടിയിലേക്ക് കുറച്ച് ആവണക്കെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുമ്പോൾ നമുക്ക് കാണുന്നുണ്ടല്ലോ, ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഫംഗ്ഷനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലൊന്ന് അപ്ലൈ ചെയ്തിട്ട് പോകാവുന്നതാണ്. മാത്രമല്ല ഇതിൽ നമ്മൾ യാതൊരു കെമിക്കൽസും ആഡ് ചെയ്യാത്തതുകൊണ്ട് തന്നെ നമ്മളെ മുടിക്കും യാതൊരു ദോഷം തന്നെ വരുന്നതല്ല. ഇത് വാട്ടർ പ്രൂഫാണ് കേട്ടോ. ഞാൻ വെള്ളത്തിലിട്ട് കൊടുക്കുന്ന സമയത്ത് അത് പോകുന്നൊന്നുമില്ല, വെള്ളത്തിലൊന്നും മിക്സായി പോകുന്നില്ല. ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇതിൻ്റെ റിസൾട്ട് കണ്ടല്ലോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തതായിട്ട് ഷാമ്പു ഒക്കെ യൂസ് ചെയ്യുന്നവർക്കുള്ള നല്ലൊരു കിടിലൻ ടിപ്പാണ് കേട്ടോ. ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പൊടി ഞാനൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലേക്ക് മാറ്റിയിരുന്നു. അതിൽ നിന്നും ഒരു ടേബിൾ സ്പൂൺ പൊടി ഞാൻ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഷാമ്പു പൗഡറാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് തികച്ചും ഹെർബലായിട്ടുള്ള ഒരു പൗഡർ തന്നെയാണ്. സീയക്കായിൻ്റെ പൊടിയാണ് കേട്ടോ. ഞാനിതിലേക്ക് കുറച്ചൊന്ന് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഷാമ്പു യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇതുപോലെ നാച്ചുറലായിട്ടൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്ത് വരികയാണെങ്കിൽ മുടി കൊഴിച്ചിൽ, അകാല നര, അതുപോലെ തന്നെ മുടി പൊട്ടിപ്പോകുക എന്നുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത്രയ്ക്കും ലൂസ് ആവണ്ട എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മിക്സാക്കി കൊടുക്കാവുന്നതാണ്. ഇതിങ്ങനെ ആയാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നന്നായിട്ട് നമ്മൾ വെള്ളത്തിൽ മിക്സാക്കി എടുക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആയിട്ട് വരുന്നതാണ്. എന്നിട്ട് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്തിട്ട്
കഴുകി കൊടുക്കാം. ഇതും നല്ല റിസൾട്ട് തന്നെയായിരിക്കും കേട്ടോ. അപ്പം ഞാൻ ഇന്ന് കാണിച്ച ഡൈയും അതുപോലെ തന്നെ ഹെയർ ഓയിലും ഹെയർ ഷാമ്പും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ നാച്ചുറലായിട്ട് 100% തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്ന കിടിലൻ ഐറ്റംസ് തന്നെയാണ്. അപ്പം നരച്ച മുടി മൂലം ബുദ്ധിമുട്ടുന്നവർ, പ്രായമായവരായാലും കുട്ടികളായാലും യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയ കിടിലൻ ഒരു സംഭവങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തന്നെ വേണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുമ്പോഴേ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഷാമ്പു ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മളുടെ തലയോട്ടിയിലൊക്കെ നന്നായിട്ട് നമുക്കിത് തേച്ച് കൊടുത്തിട്ട് മസാജ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഒരു 10 മിനിറ്റ് വെച്ചിട്ട് നമുക്ക് കഴുകിക്കളയാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ എടുത്ത സമയത്ത് നിങ്ങൾ കണ്ടല്ലോ, കുറച്ച് വെള്ളം അധികമായതുപോലെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഹെയറിൽ അപ്ലൈ ചെയ്ത് ഇതുപോലെ നമ്മൾ കുറച്ച് വെള്ളത്തോട് കൂടെ തന്നെയല്ലേ അപ്ലൈ ചെയ്യുന്നത്. തലയിലൊക്കെ നന്നായിട്ട് അത് പിടിച്ചിരിക്കും കേട്ടോ കുറേ സമയം. അപ്പോൾ ഇന്നത്തെ ടിപ്സ് എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബായ്.